നമ്മുടെ ജൻസിയും മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. മാക്സിമം അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു അഡ്വൈസ് ആയിട്ടൊന്നും കാണണ്ട, ജസ്റ്റ് ഒരു റിമൈൻഡർ ആയിട്ട് കണ്ടാൽ മതി. 10ാം ക്ലാസ്സും +2 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് സോഷ്യൽ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മുടെ കരിയർ ചൂസ് ചെയ്യുക എന്നുള്ളത്. അഥവാ മറ്റൊരാളുടെ കണ്ണിൽ സക്സസ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കരിയർ, നമ്മുടെ ഫ്യൂച്ചർ സാക്രിഫൈസ് ചെയ്യുക. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾ പോകുന്ന അതേ സെയിം ട്രാക്കിലൂടെ തന്നെ പോകാനാണെങ്കിൽ പിന്നെ എന്തിനായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധിയും ജീവിതവും തന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക? സോ ഡോണ്ട് ബി ദ കോപ്പി, ബി ദ ഒറിജിനൽ വൺ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ലോകം എന്നുള്ളത് ഇനി ലേബലുകളുടെ ലോകമല്ല, പ്രോബ്ലം സോൾവേഴ്സിൻ്റെതാണ്. ഒരു ഡിഗ്രി കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയേക്കാം, പക്ഷേ ഒരു സിഗ്നേച്ചർ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രി തന്നെ ഭരിക്കാൻ പറ്റും. ഒഴുക്കിനനുസരിച്ച് നീന്തുന്നത് എപ്പോഴും ചത്ത മീനുകളാണ്. അതെപ്പോഴും നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കുക. വീട്ടുകാർക്ക് വേണ്ടിയോ നാട്ടുകാർക്ക് വേണ്ടിയോ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ ഈ ലോകം എന്നുള്ളത് സ്കിൽസ് എക്കോണമിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഡേ ബൈ ഡേ നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും അപ്ഡേഷൻ കയറി വരണം. ഉപ്പ പറഞ്ഞ ഡോക്ടറോ ഉമ്മ പറഞ്ഞ എഞ്ചിനീയറോ ആകുന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സിഗ്നേച്ചർ കാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം പാരൻസിനെ എതിർക്കണം എന്നല്ല, അവരെടുത്ത് ബഹുമാനത്തോടെ നിങ്ങളുടെ പ്ലാൻ പറഞ്ഞ് നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ മെച്യൂരിറ്റി. പിന്നെ ഇവിടെയൊക്കെ ചില പാരൻസിനൊരു സ്വഭാവമുണ്ട്, ഞങ്ങൾ പാരൻസ് ആണ് എന്നുള്ളൊരു ആധിപത്യം കാണിക്കാനുള്ള സ്ഥലമായിട്ട് മക്കളെ കാണും. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളും നിങ്ങളും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വരും. അതേസമയത്ത് മക്കളുമായിട്ടൊരു കോപ്പറേറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള മക്കളെ കിട്ടും. വെറും പുസ്തക പുഴുക്കളായിട്ട് ഇരുന്നുകൊണ്ടൊന്നും ഇന്നത്തെ ലോകത്തെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഇൻ്റർനെറ്റിലെ ചവറുകൾക്കിടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റണം. അതാണ് നമ്മുടെ യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത്. ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പേഴ്സണാലിറ്റി ആവുക എന്നുള്ളതായിരിക്കണം. സോ ഡോണ്ട് ജസ്റ്റ് ഫോളോ ദ ട്രെൻഡ്, ബിൽഡ് യുവർ ഓൺ എംപയർ.